ഈ ഇയർത്തെ എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് ഫെബ്രുവരി 14 ആണ്. ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര കാക്കാറ്. ഇപ്പം സെക്കൻഡ് വീഡിയോ. എല്ലാവരും നോക്ക്. ഞാൻ എൻ്റെ അച്ഛൻ ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ചിട്ട് വരച്ചതുണ്ടാ രസമില്ലേ? ഈ ഫ്ലാഷിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ഫ്ലാഷിൻ്റെ TV സീരീസ് ഒക്കെ കാണലുണ്ടാ? അച്ഛൻ്റെ ഗാർഡനിൽ ഒരു സപ്പോർട്ടാ. ലാസ്റ്റ് മന്ത് എനിക്കൊരു ടാലന്റ് ഷോ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബേർഡ് ഫീഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ സംഭവം. ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരും. അതാണ് ഇന്നത്തെ സംഭവം. അപ്പം ഒരിക്കൽ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സ് എടുക്കണം. ഏതോ നിങ്ങൾക്കുള്ള അത് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ എടുക്കുക. ഓക്കെ, നമുക്ക് ബോക്സ് തുറന്നിട്ട് എന്താ ചെയ്യണം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു കോർണർ കാണും തുറക്കുമ്പോൾ പാടെ. അപ്പം ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യും. കണ്ട ഈ കോർണേഴ്സ്, ബിഗ് കോർണേഴ്സ്. ഞങ്ങൾക്ക് ഒരു റൂഫ് പോലത്തെ ഒരു ഡിസൈൻ പോലെ ആക്കാം. ഇങ്ങനെ ഒരു റൂഫ് സ്ലോപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒട്ടിച്ചു വെക്കണം. അതാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫെവിക്വിക്ക് ആ സെയിം സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ഈ ബെൻഡ് നമ്മൾ ഇനി നമ്മൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സോറി, ഇത് കോളാണ്, ഞാൻ മാറിപ്പോയി. സമ്മർദ്ദണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉണങ്ങാൻ വെച്ചിട്ട് ടേപ്പ് അതുവരെ എടുത്തിട്ട് ഞങ്ങൾ ടേപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ അതിൻ്റെ മേലെ ഒട്ടിക്കണം, അതുപോലെ അപ്പുറത്തെ സൈഡ്. അപ്പോൾ അത്ര സ്റ്റെപ്പ് തീരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോലെ എടുക്കണ്ടാവും. ബേസ് കുറച്ചൊരു ഫ്ലാറ്റ് ആയി ഇത് ഇങ്ങനെ ഒട്ടിക്കണം. കണ്ട ഒരു ബബിള് പോപ്പ് ചെയ്യാം. ഗ്ലൂ ഷേപ്പ്. ഓക്കെ, നമുക്ക് ഇത് ഒട്ടിക്കാൻ സമയമായി. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഗമ്മ ചെയ്യുന്ന മുമ്പേ നമുക്ക് ഇവിടെ ടേപ്പ് ഒട്ടിക്കണം. ഓക്കെ, കട്ടാവും. അപ്പം ഇങ്ങനെ ഈ സൈഡ്. ഇനി ഞങ്ങൾക്ക് ഈ സൈഡും ടച്ച് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഗമ്മ വെക്കണം. ഒരു പ്രാവശ്യം കൂടി ബബിള് വരുമായിരിക്കും. നോക്കാം. അത്രക്ക് ഈസിയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രക്ക് ഈസിയല്ല. ഓക്കെ, ബബിളുണ്ടാ കൂട്ടും. അപ്പോൾ രണ്ട് സൈഡിലും ഒരു ലെവലായിട്ടൊരു ഹോളാണ്. മിഡിൽ ലെവൽ. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട് കുഞ്ഞി റോളാക്കാം. അത് ഇങ്ങനെയല്ല, ഇങ്ങനെ ഈ കോർണറിന് കൂടെ നിങ്ങൾക്ക് ഒരു തിൻ സ്റ്റിക്ക്. എനിക്കൊരു ബ്രഷാണ്, അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റോൾ ചെയ്യും. എനിക്ക് അത്ര ആവുന്നില്ല. ഓക്കെ, നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞ് now I am a teacher police. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു റോൾ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ഈ സ്മോൾ വൺ എടുക്കാം. ഒരു ചിപ്സ് പോലത്തെ ഓൾട്ടിമേറ്റ് ബേർഡ് ഫീഡർ ബോക്സ് എടുത്തിട്ട് നമ്മൾക്ക് ഈ വലിയ സ്റ്റിക്കുണ്ട്, ഈ കുഞ്ഞ് സ്റ്റിക്കുണ്ട്. നമ്മൾക്ക് ഈ കുഞ്ഞ് സ്റ്റിക്ക് ആ ചിപ്സ് പോലത്തെ ഇല്ലേ, അതുപോലത്തെ എടുക്കാം. ഈ ചിപ്സ് ഈ ഇടയിൽ വെച്ച് ഈ ഓട്ടറുടെ അപ്പുറത്തെ സൈഡ് ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഊരി വരുന്നു ലൂസ്, അതുകൊണ്ട് അതിപ്പോൾ ശരിയാക്കി. ഇനി ഈ സൈഡ് കുറച്ച് പുറത്ത് വന്നില്ലേ,
അത് അവിടെ വരെ ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്യണം. കണ്ട ബെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടേപ്പ് എടുത്തിട്ട് ഞങ്ങളുടെ സിസേഴ്സ് ഇതെടുത്തിട്ട് ഇങ്ങനെ ടേപ്പ് എടുത്ത് ഇനി ഞങ്ങളുടെ ടേപ്പ് എടുത്തിട്ട് ആ ബെൻഡ് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട്. അതുപോലെ സെയിം അപ്പുറത്തെ സൈഡ് ഞങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അത് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സിസേഴ്സ് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം അത് ഊരിപ്പോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഒരു തിക്ക് ലൈൻ ഞങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ ഒരു തിക്ക് ലൈന് ഞങ്ങളുടെ ബേർഡ് ഫീഡറിൻ്റെ ഇടയിലുണ്ട്, ഉള്ളിലുണ്ട്. ഓഫ് സൈഡ് ആവുന്നു മാറിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു കുറച്ചൊരു ആംഗിൾ വ്യത്യാസം, സ്ട്രേറ്റ് ഒന്നുമില്ല. ഓക്കെ, അത് ശരിയാക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ ടേപ്പ് കുറച്ച് മേലെയാണ് ഒട്ടിച്ചത്. ഇത് താഴെ പുള്ളി ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതിയാണ്. ഇവിടെ വെറുതെ ഡിസൈന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളോ ആക്കാൻ ഇവിടെയും ഇവിടെയാണ്. അപ്പോൾ ഇരിക്കാൻ അതിനാണ് ഈ സ്റ്റിക്ക്, ഞങ്ങളുടെ സ്റ്റാർ വാർ സ്റ്റിക്ക്. അവിടെ ഒരു ഹോളാക്കി ഓക്കെ, ഞങ്ങൾക്കൊരു പെയിൻറ്റ് ബ്രഷ് കാണാൻ കഴിയും. ഓക്കെ, ഇനി കാണാൻ കഴിയില്ല. ഓക്കെ, ഇനി പോക്കി വയ്ക്കും. ഓക്കെ, എന്താ എത്ര ടൂൾസായി ഒരു കുഞ്ഞോട്ട പോക്കിയാണ്. ഈ ഒരു സ്റ്റിക്ക് അതിൽ സൈഡ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കറക്റ്റ് സർക്കിൾ ഓട്ടയാണല്ലോ, അടിപൊളി. ഓക്കെ, ഞങ്ങൾ ത്രൂ വെക്കണം. വിച്ച് ഈസ് എ ലോട്ട് ഓഫ് വർക്ക്. ഇറ്റ് ഈസ് ഹാർഡർ ദാൻ യു തിങ്ക് എവറിവൺ. ഇതെന്താ റോപ്പ് വെല്ലം പുറത്തെടുക്കുന്നു പറയുന്നുണ്ടല്ലോ. ഇത് ഓക്കെ, ഈ സ്റ്റിക്കിന് ഇത്രയും ലെങ്ത് വേണം. അപ്പോൾ സ്ട്രോങ് ഒന്നും ആവില്ല. സ്ട്രോങ് ആണെങ്കിൽ ഒരു കുറച്ച് ലെങ്ത് വേണം. അതിന് സിസേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷെ എനിക്കൊരു മാജിക് ചാൻസ് കട്ട് ചെയ്യുന്ന പകരം കട്ട് അപ്പുറത്തെ സൈഡ് സെയിം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കുറച്ചൊരു ഷോർട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി പേപ്പർ കപ്സും ഗ്രെയിൻസും വെള്ളം ഞങ്ങൾക്ക് ഇതിനുള്ളിൽ വെക്കാം. ഫസ്റ്റ് ഞങ്ങൾ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ട് ഒരു ലെങ്ത് വേസ് ഞങ്ങൾ കട്ട് ചെയ്യണം. മിഡിൽ കൂടെ ഇങ്ങനെ ചേർക്കണം. മേലത്തെ പാട്ട് മാറ്റി വെച്ചിട്ട് ഈ താഴത്തെ പാട്ട് എടുക്കണം. അങ്ങനെ നമ്മൾക്കിപ്പോൾ ഒരു ബാക്ക്മാൻ വായിച്ചാൽ കളി. അപ്പോൾ ഈ മേലത്തെ പാട്ട് ആവശ്യമില്ല. നമ്മൾക്ക് അതിൻ്റെ താഴത്തെ പാട്ട് ഇങ്ങനെ ഒരു കപ്പ് ഇങ്ങനെ വെള്ളം വരും. ഞങ്ങൾ ഗ്രീൻ ഫീഡർ എടുത്തിട്ട് ഇത് ഉള്ളിൽ ഈ ഫ്ലാപ്പ് കണ്ടില്ലേ, ഈ ഫ്ലാപ്പ് ഞങ്ങൾ ബെൻഡ് ചെയ്യാത്ത അവിടെ ഉള്ളിൽ ഇങ്ങനെ വെക്കണം. ഇനിയും ഇങ്ങനെ അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പേപ്പർ കപ്പിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഗമ്മിടുക. ഇല്ലെങ്കിൽ വെറുതെ ആ ഫ്ലാറ്റ് സർഫസിൽ എൻ്റെ ഒരു ലൈൻ ഉണ്ട്, അതുകൊണ്ട് അതിനെ സോറി ലൈനല്ല പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ പോലെ ചെയ്യുക. പ്രൊജക്ഷൻ ഇല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് സർഫസിൽ ഇവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇനി ഇത് ഡ്രൈ ആവട്ടെ. അതുവരെ മറ്റേ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ബോട്ടിൽ എടുക്കുക. നമുക്ക് ഈ 3 പീസ് ഉണ്ട്. ഈ സെൻറ്റർ പീസ് ആവശ്യമില്ല. ഈ 2 പീസ് ആവശ്യമില്ല. ഇപ്പോൾ ഈ താഴത്തെ പീസ് എടുക്കാം. നമ്മൾ ഈ താഴത്തെ ബോട്ടം സാധനം നമ്മൾ ഈ ഫ്ലാപ്പിൽ നമ്മൾ
കാണാം. പിന്നെ ഇത് ഇപ്പോൾ 2 വാട്ടർ ഫീഡായി. ഇപ്പോൾ ഇവിടെ ഒരു ബേർഡും പിന്നെ ഇവിടെ ഒരു ബേർഡും ആണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കണോ? ഇപ്പോൾ ഒരു അമംഗസിൻ്റെ ആനിമൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയുണ്ട്. വൈറ്റ് ഷൂസ് ഒക്കെ ഡാൻസ് ചെയ്യുന്നു. ആ ബോട്ട് ക്യാപ്പ് ഊരിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ഹോളാക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടുഗെദർ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഒരു രസമുണ്ടായില്ലേ? അപ്പോൾ ഗമ്മ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതങ്ങനെ ഫിറ്റാക്കാം. സൂപ്പർ ടൈപ്പ് ആൻഡ് സൂപ്പർ സൂപ്പർ. നിങ്ങളുടെ ഫേവറേറ്റ് തന്നെയാണ് ഞാൻ പറയട്ടെ. 1 2 3 പെയിന്റിംഗ്. നിങ്ങളുടെ എൻ്റെ ഡിസൈൻ എക്സാക്ട് ചെയ്യണ്ട, നിങ്ങളുടെ ഡിസൈൻ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വയർ അല്ലെങ്കിൽ സ്ട്രിങ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. അപ്പം പുറത്ത് പോയിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ കഴിയും. നമുക്ക് ഞാൻ കവർ ചെയ്ത് ഇങ്ങനെ മേലെ സൈഡ്, മേലെ ഇത് വെള്ളം കുടിക്കുന്ന സ്ഥലം, ഇത് ഫോട്ടോ, പിന്നെ ഇവിടെ ഒരു ഫോട്ടോ. പോയിട്ട് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം വയ്ക്കാം. ഓ ഇത് ബ്രോക്കൺ സ്റ്റാൻഡ് പോലെയാ. കുറച്ചെടുത്തിട്ട് ഇതിലിരുന്നു. അതിൽ ഇന്നത്തെ വീഡിയോയിന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ. അപ്പം ഞങ്ങൾ പേപ്പർ ഒരു പാട്ട് ഞാൻ ചാടുവാണേ. Thank you.